എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഏതൊരു മുൻപേ സീരിയലിലെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ സ്റ്റാൻലിയുടെ കുടുംബക്കാരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ലീന സ്റ്റാൻലിയുടെ മകളാണെന്ന സത്യം. ഇനി അലീനയെ കൊണ്ട് പൊറുതിമുട്ടി സ്റ്റാൻലിയുടെ ബന്ധുക്കളുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കാരണത്താൽ അവരെല്ലാവരും ഒരു തീരുമാനം എടുക്കുകയാണ്. അലീനയെ എങ്ങനെയെങ്കിലും സ്റ്റാൻലിയുടെ അടുത്തു നിന്നും പറഞ്ഞു വിടണമെന്ന് അവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതേസമയം ഇവരെല്ലാവരും നമ്മുടെ സ്റ്റാൻലിയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സ്റ്റാൻലി പറയുവാ അലീനയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് ആലോചിക്കുക പോലും ചെയ്യരുത്. കാരണം അവൾ എന്റെ മകളാണ്. അതേസമയം സ്റ്റാൻലിയുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുവാണ് ഇനി സ്റ്റാൻലിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. സ്റ്റാൻലിയുടെ തീരുമാനം അറിഞ്ഞ ബന്ധുക്കൾ അലീനയെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. ഇനി അവളോട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും വഴിയുള്ളൂ എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. സ്റ്റാൻലിയുടെ ബന്ധുക്കൾ ഏതുവിധേനയും അലീനയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ദൃഢനിശ്ചയമെടുക്കുവാണ്. അതേസമയം സ്റ്റാൻലി വിചാരിക്കുന്നത് തന്റെ അപ്പച്ചൻ ഞെട്ടിയതുപോലെ അലീനയെ കണ്ടിട്ട് തന്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഞെട്ടും. അത് കാരണം അവളോട് സ്നേഹം തോന്നും എന്ന ചിന്തയാണ് സ്റ്റാൻലി. കരുതിയ സ്റ്റാൻലി അലീനയും കൂട്ടി ഒരു ദിവസം തറവാട്ടിലേക്ക് പോകുവാണ്. അതേസമയം ഔതക്കുട്ടിച്ചായൻ പറയുവാണ്, മോനെ ഈ അടുത്ത് ആ തീരുമാനം നടപ്പിലാക്കണോ? നീ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞു കഴിയും. പിന്നെ നിനക്കാണ് അതിന്റെ നാണക്കേട്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് ഔതക്കുട്ടിച്ചായൻ പറയുന്നത്. അതേസമയം ഔതക്കുട്ടിച്ചായൻ പറയുവാണ്, എന്റെ ഭാര്യയും മക്കളും ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാലോ, അവളിവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ പിന്നെ വച്ചേക്കത്തില്ല എന്ന് ഔതക്കുട്ടിച്ചായൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം സ്റ്റാൻലി അപ്പച്ചനോട് പറയുവാണ്, അപ്പച്ച എന്റെ മകളാണ് അലീന, അവളുടെ അച്ഛനാണ് ഞാൻ. എന്റെ മോളുടെ ദേഹത്ത് ആരും കൈവെക്കരുത്, ആരും കൈവെക്കത്തില്ല ഞാനുള്ളപ്പോൾ. അമ്മച്ചിയുടെ മുഖഛായ ഉള്ളത് കൊണ്ട് തന്നെ അലീനെ കണ്ട് ഞെട്ടിയല്ലോ. അപ്പച്ചൻ അലീനെ കണ്ടിട്ട് ഇതിന്റെ ചിന്നമ്മയാണ് എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ബന്ധുക്കളും അനുജന്മാരും അങ്ങനെ തന്നെ ചിന്തിക്കൂ. എന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും അവർ. ഇതെനിക്ക് ഉറപ്പാണ് അപ്പച്ച. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അവരാരും എന്റെ മോളെ ഒന്നും ചെയ്യത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട് സ്റ്റാൻലി. അതേസമയം ഔതക്കുട്ടിച്ചായൻ എല്ലാവരോടും പറയുവാണ്, സ്റ്റാൻലി അലീനയുമായി ഇവിടേക്ക് എത്തുമെന്ന്. നിങ്ങളാരും ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാക്കരുത്. അവൻ വന്നിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് ഔതക്കുട്ടിച്ചായൻ എല്ലാവരോടും പറയുവാണ്. അതേസമയം തന്നെ സ്റ്റാൻലിയുടെ സഹോദരങ്ങൾ ചോദിക്കുവാണ്, എന്തിനാ ചായൻ അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത്? ആ പിഴച്ചു പ്രസവിച്ച അവളെയും കൂട്ടി എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ വില പോകും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? അതേസമയം ഔതക്കുട്ടിച്ചാൻ പറയുവാണ്, അതിന് നാട്ടുകാരറിയുന്നില്ലല്ലോ സ്റ്റാൻലി അലീനയുമായി ഇവിടേക്ക് എത്തുന്നത്. ഇത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ മോനെ എന്ന് പറയുവാണ്. അതേസമയം സ്റ്റാൻലി അലീനയുമായി അവിടെ എത്തുകയാണ്. ആദ്യം സ്റ്റാൻലിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതേസമയം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ് അലീനയെ കാണാൻ വേണ്ടി. അതേസമയം എല്ലാം ആലോചിക്കുവാണ് സ്റ്റാൻലിയെ കണ്ടപ്പോ, എന്താ ഏട്ടൻ അലീനയെ കൊണ്ടുവന്നിട്ടില്ലേ, അതോ ഏട്ടൻ പേടിച്ച് അവിടെ തന്നെ നിൽക്കുന്നതാണോ എന്ന് ആലോചിക്കുവാണ്. അതേസമയം കാറിൽ നിന്ന് അലീന ഇറങ്ങാതെ പേടിച്ച് നിൽക്കുവാണ്. വേണ്ട പപ്പ, ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ. പപ്പയുടെ ബന്ധുക്കൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്നെ എന്ത് പറയും ഓർത്ത് പേടിച്ച് കാറിൽ തന്നെ ഇരിക്കുവാണ്. അതേസമയം സ്റ്റാൻലി പറയുവാണ്, മോളെ ഞാനുള്ളപ്പോൾ നിന്റെ ദേഹത്ത് ആരും തൊടില്ല, എന്റെ പപ്പയാ പറയുന്നത്, നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ എന്ന് സ്റ്റാൻലി പറയുവാണ്. അതേസമയം അലീന ഇറങ്ങി വരുന്നത് കണ്ട് ടോബിയും ആൽബിനും ഞെട്ടി നിൽക്കുവാണ്. അതേസമയം അവർ പറയുവാണ്, അയ്യോ ഇത് നമ്മുടെ അമ്മയുടെ അതേ മുഖഛായയാണല്ലോ അലീനയ്ക്ക്. ആ ഒരു ചിന്തയാണ് എല്ലാവരുടെ മനസ്സിലേക്ക് വന്നത്. എല്ലാവരും അലീനയെ കണ്ട് ഞെട്ടി നിൽക്കുവാണ്. പിന്നെ അമ്മച്ചിയുടെ അതേ മുഖഛായയാണല്ലോ അലീനയ്ക്ക്. എന്തായാലും ഇത് സ്റ്റാൻലി ഏട്ടന്റെ മകൾ തന്നെയാണ്, അത് 100% ഉറപ്പായ കാര്യമാണ്. പിന്നെ അമ്മച്ചിയുടെ അതേ മുഖഛായയും അതേ രൂപവുമാണ്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അമ്മച്ചിയെ നാട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ നാട്ടുകാരോട് പല രീതിയിലും പറഞ്ഞിട്ട് ഒരു കാര്യവും. കാരണം അമ്മച്ചിയുടെ അതേ പകർപ്പ് തന്നെയാണ് സ്റ്റാൻലിയുടെ മകൾ. അമ്മച്ചിയുടെ ആ രൂപമുള്ളത് കൊണ്ട് എന്തായാലും ഇവളെ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരും അലീനയെ തന്നെ നോക്കി ഞെട്ടി നിൽക്കുവാണ്. വെറുതെയല്ല അലീനയെ
ഇനി സ്റ്റാൻലി ചാന്റെ വീട്ടിൽ പോയി മറപ്പിക്കുമെന്ന് പറഞ്ഞ അപ്പച്ചൻ ലീനെ കണ്ട് ഫ്ലാറ്റ് ആയത്. ഇത് നമ്മുടെ ചിന്നമ്മച്ചിയുടെ അതേ മുഖഛായയാണ്. ഇത് ഉറപ്പായിട്ടും നമ്മുടെ ഏട്ടന്റെ കുട്ടി തന്നെയാണ്. എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുവാണ്. അങ്ങനെ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.